എൻ്റെ പേര് ഹെസ ഫാത്തിമ എന്നാണ്. എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ്. അപ്പോൾ 3 വീഡിയോ ഇട്ടിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ എൻ്റെ ജേണൽസൊക്കെ ഉണ്ട്. ഫസ്റ്റ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്തൊക്കെ സാധനമാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ ജേണൽസ് ഓക്കെ സെറ്റ്. ഫസ്റ്റത്തെ ഒരു കുറോമി മിനി ബുക്കാണ് കേട്ടോ ഗായ്സ്. ഇതിൻ്റെ ഓപ്പണിങ് ഞാൻ കാണിച്ചിട്ടാണ്. ഇവിടെ ഇങ്ങനെയായിട്ട് സെറ്റിൽ ഓപ്പൺ ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ഒരു പിക്ചർ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഞാൻ ചെയ്തതാണ്. ബട്ട് ഞാനത് വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിനി. വീഡിയോ എടുത്തത് ഓഫായിരുന്നു, അതുകൊണ്ട് ഓണാക്കണം. അത് പിന്നെ മാറ്റി. ഇനി ഈ പേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്രോമിൻ്റെ ഇതാ ഓരോ പേജസ് ഞാൻ കാണിച്ചത്. ക്രോമിൻ്റെ ഓരോ ലെവൽസുകളാണ്. എൻ്റെ സിസേഴ്സ് എന്ന് പറഞ്ഞാൽ 2 സിസേഴ്സ് ആണ്. ഇതൊന്നാണ് ഈ ക്യൂർ സിസർ ആൻഡ് സെക്കൻഡ് വൺ. ഇത് എൻ്റെ ഇങ്ങനത്തെ സംഭവങ്ങളോ സ്റ്റിക്ക് അല്ല സ്റ്റിക്ക് കാർഡ്ബോർഡൊക്കെ കട്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടണം. ഇത് പേപ്പേഴ്സ് ഓൺലി കട്ടാൻ ഈരമ്പ് അതൊക്കെ. പിന്നെ ഒരു പിങ്ക് സ്റ്റിക്കിങ് ഔട്ട് എടുത്തിട്ടുണ്ട്. ഈ പിങ്ക് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു സ്റ്റിക്കറൊക്കെ എടുത്തിട്ട് പിക്ചേഴ്സിൻ്റെ സ്റ്റിക്കറൊക്കെ എടുത്തിട്ട് ഒട്ടിക്കല്ലോ ബുക്കിൽ. ആ സാധനമാണിത്. പിന്നെ ഒരു ബ്ലാക്ക് ഇങ്ക് പെൻ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് കളേഴ്സ് ഉണ്ട്. ഒരു ഫസ്റ്റത്തെ കളർ ഷെയ്ഡ്സുകളാണിത്. സെക്കൻഡത്തെ കളർ ഷെയ്ഡ്സ്. ഇത് പോരാ തന്നെ ഒരു കളർ ഉണ്ടാവും. ഞാൻ എടുക്കാൻ മറന്നു എടുത്തിട്ട് തരാം. പിന്നെ ഈ ഒരു കളർ ഷെയ്ഡുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സ്കെച്ച് പെൻസിലുണ്ട്. ഇത് ബ്രഷ് പെന്നിൻ്റെ പേസ്റ്റൽ കളറാണ് ഞാൻ കാണിച്ചത്. ഇതാണ് ഇപ്പം എൻ്റെ സ്കെച്ച് പെൻ. ആദ്യത്തെ സ്കെച്ച് പെന്നാണ്. ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഇത് ഒരു ഇപ്പം എന്താ പറയുക, ഏത് ക്ലാസ്സിലാണ് വേണ്ടിയത്. ഞാൻ ഇപ്പോൾ അടുത്ത വർഷം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. അപ്പം ഞാൻ LKG വേങ്ങി സ്കെച്ച് പെന്നാട്ടൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. ഈ പിക്ചേഴ്സ് പറയാല്ലാത്ത കളറ് നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ചെയ്യാൻ പറ്റിയ പിക്ചേഴ്സ് വരെയൊക്കെ ഞാൻ ഉണ്ടാക്കിച്ചിട്ടുണ്ട്. ഇത് സ്വന്തം ഞാൻ വരച്ചാട്ടോ, പ്രിൻ്റ് എടുത്താവുന്നല്ല. അങ്ങനെ നമുക്ക് ജാമെട്രിടാം. റൊട്ടേഷൻ. നമുക്ക് തുടങ്ങല്ലേ. ഇന്നത്തെ ജേണലിലെ കളറ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഷെയ്ഡാണ് കേട്ടോ. ഈ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്. അത് നമുക്ക് ഫസ്റ്റ് തന്നെ ലൈൻസ് വരച്ച് വെക്കാം. ലൈൻസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു സ്റ്റിക്കർ ഉണ്ടാക്കാം. ഗമ്മും കൂടെ എടുത്തോണ്ട്
സിസർ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്.